പ്രത്യേക ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്തിരി നട്ടിട്ട് കായ്ക്കണില്ല എന്ന് പറയുന്നവർക്കാണ് കേട്ടോ അത്. കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്ത് കായ്കളൊക്കെ കിട്ടുന്നവർക്കൊന്നും ഇത് വിഷയമല്ല. കായ്ക്കണില്ല എന്ന് പറയുന്നവർക്ക് മുന്തിരി പ്രൂൺ ചെയ്താൽ മാത്രമാണ് കായ്ക്കും. ഇപ്പം നമ്മുടെ ഈ ഒരു മുന്തിരി പൂത്ത് കാച്ച് പൊട്ടിക്കേണ്ട പരിപാടിയില്ലേ, അപ്പോൾ നമ്മൾ മൊത്തം കട്ട് ചെയ്തിട്ട് ലീവ്സ് മൊത്തം കട്ട് ചെയ്യുക, പെൻസിൽ സൈസുള്ള തണ്ടുകൾ മാത്രം നിർത്തുക. അത് നിർത്തിയിട്ട് നമ്മൾ നല്ല പോലെ ചൂട്ടിൽ വളമൊക്കെ ഇട്ട് കൊടുക്കണം. അത് വെള്ളമൊക്കെ നനച്ചിട്ട് കഴിഞ്ഞാൽ ഒരു 2 ആഴ്ചയ്ക്ക് നിറച്ച് കിളിർപ്പ് വരും. അത് ഓരോ തുമ്പും പൊടിക്കണോൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ പൂക്കളായിട്ടാണ് വരിക. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു വർഷത്തിൽ 3-4 തവണ നമുക്കിതുപോലെ മുന്തിരി കിട്ടും. ഇപ്പോൾ ഇത് നല്ല സ്വീറ്റായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുന്തിരി. പക്ഷേ നമ്മൾ സിനിമയിലെ കാണുന്ന പോലെ ഭയങ്കര സൈസുള്ള കൊലകളല്ല, കൊലകൾ ചെറുതാണ്, പക്ഷെ നല്ലോണം കൊലകളുണ്ടാവും. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വീഡിയോ ഇടാൻ ലേറ്റ് ആയതാണ്. ഇതേപോലെ നമ്മൾ മുറ്റത്ത് വരുമ്പോൾ പൊട്ടിച്ച് തിന്ന് അങ്ങനെ ചെയ്യാവുന്ന ഒരു ഇതായിട്ട് അത്യാവശ്യം ഒരു മാസമായിട്ട് ഈ ഒരു ബാച്ചിലുണ്ടായി തന്നെ ഒരു മാസമായിട്ട് നമ്മൾ പൊട്ടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സമൃദ്ധിയായിട്ട് കൊഴിഞ്ഞ് വീഴുന്നുണ്ട്. ഈ എത്തുന്ന സ്ഥലത്തൊക്കെ ഉണ്ടല്ലോ നമ്മളിങ്ങനെ ഇടയ്ക്ക് ഒന്ന് പൊട്ടിച്ചിട്ടുണ്ടാവും. അങ്ങനെ നല്ല മധുരം. ഈ നാട്ടിലുണ്ടാവണേ മധുരം ഉണ്ടാവില്ല എന്ന് പറയുന്നില്ലേ, വെറുതെ. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള മുന്തിരിയൊക്കെ നമുക്ക് തന്നെ ഈസി ആയിട്ട് നട്ടു വളർത്താമെന്നുള്ളത് മനസ്സിലായില്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം.